guys, welcome back to our channel. This is Kandam Boys. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെച്ചാൽ നമുക്ക് പുതിയൊരു ഗ്രൗണ്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് സെറ്റ് ആക്കണം, നമ്മൾക്ക് ഫുട്ബോൾ കളിക്കാൻ രീതിയിലാക്കണം. അപ്പം ഇത് ഫുള്ള് സെറ്റ് ആക്കുവാണ്. കാരണം ബോർഡർ ലൈനൊക്കെ ഞങ്ങൾ വരച്ച് വെച്ച് ഗോൾ പോസ്റ്റ് ചെയ്ത്, പിന്നെ ഈ നടുക്കത്തെ ഈ ഇലകളൊക്കെ പിന്നെ ഈ കുപ്പിച്ചിലൊക്കെ മാറ്റിയാൽ മതി. പിന്നെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സ്ഥലവും വെക്കണം. വൃത്തിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിത് ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കി തന്നെ എടുക്കണം. ഇവിടെ നമ്മളിപ്പോൾ ഒരു ബോർഡറൊക്കെ വരച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നമ്മൾ രണ്ട് കളിയൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് പോവും. അപ്പോൾ നമ്മളിവിടെ കല്ലും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്ഥലമൊക്കെ ഫുള്ള് കടിച്ച് പൊട്ടിച്ച് വൃത്തിയാക്കണം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കമ്പിപ്പാര, ഒരു ചെറിയ കുണ്ടോ ഒരു വലിയ കുണ്ട. നമുക്ക് വൃത്തിയാക്കുന്ന പരിപാടിയിലേക്ക് പോവാം. ചെറിയ കുപ്പിച്ചിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതെല്ലാം പറയണം. ഫായസ് ഇവിടെ പൊങ്ങി നിൽക്കുന്ന സ്ഥലമൊക്കെ ലെവലാക്കുവാണ്. പിന്നെ കുഴിയൊക്കെ മൂടി ലെവലാക്കുവാണ്. നമ്മൾ ബോർഡർ ലൈനൊക്കെ വരച്ചേക്കുന്നത് കാണിച്ചത്. ഞങ്ങൾക്ക് ഇവിടെ കിടക്കുന്ന സിമെൻറ്റ് പൊടി പോലത്തെ ഒരു സാധനം കൊണ്ടാണ് ഞങ്ങൾ ബോർഡർ ലൈൻ വരച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ ഈ പോസ്റ്റൊന്നും അല്ല, വേറെ കമ്പൊക്കെ വെച്ച് പുതിയ പോസ്റ്റൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് കളിക്കാൻ വേണ്ടി ചുമ്മാ ഒന്ന് വെച്ചേക്കുന്നേ ഉള്ളൂ. നമ്മൾ വേറെ പുതിയ പോസ്റ്റൊക്കെ വെക്കും. ഇതേപോലെ കറക്റ്റ് കോർണറൊക്കെ എടുക്കാൻ വേണ്ടി കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കണം. ഇവിടെയൊക്കെ ഫുള്ള് പൊങ്ങിയായിരിക്കുന്നത്. ഞങ്ങളുടെ ടാർഗറ്റ് ഈ 2 ശനി ഞായർ ദിവസം കൊണ്ട് ഇത് ഫുള്ള് വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ശനി ഞാൻ നല്ല കളിയായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഒക്കെ സപ്പോർട്ടൊക്കെ ചെയ്യണം, ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് കുപ്പിച്ചില്ല് ഇതൊക്കെ വാരിയിട്ട് വരാം. ഇവിടെ കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് വരാം. ബൈ. വൃത്തിയാക്കി ഇവിടുത്തെ കല്ലൊക്കെ കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല പൊടി അടിക്കുന്നുണ്ട്. പൈസ കണ്ടില്ലേ? അതും കൂടെ ഇനിയും നല്ലപോലെ വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ബോർഡർ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, ഈ കല്ലൊക്കെ കൊണ്ട് കളയണം. ഇതെല്ലാം ലെവലാക്കിയിട്ട് മാത്രമേ ഇതിൻ്റെ ബാക്കി ചെയ്യാൻ പറ്റൂ. അവിടുത്തെ ഫുള്ള് കഴിഞ്ഞു. ഇനി ഒരു പെനാൾട്ടി ബോക്സിൻ്റെ കൂടെ വരച്ചാൽ മതി. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഈ ചപ്പും ചവറെല്ലാം തൂക്കണം. അതിന് പിന്നെ സെൻറ്ററിലോട്ടൊരു വരയും വരയ്ക്കണം. ഇതിനോട് വിളിക്കുന്ന കേസ് കമ്പിയൊക്കെ ഫുള്ള് കുപ്പിച്ചിലാണ്. കമ്പിയും കുപ്പിച്ചില്ലും വയറും. അതാണ് ഞങ്ങളിവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ടൊക്കെ കളിക്കാനൊക്കെ വിചാരിച്ചത്. ഈ ബോർഡറിൽ നിന്ന് മാറ്റണം, വീടിടേണ്ടി വരും. ഈ ബോർഡറിൽ വീടിടേണ്ടി വരും. നോക്കാം. ഇവിടെ എന്തോ ഒരു കത്തിച്ചതൊക്കെയാണെന്ന് തോന്നുന്നു. ഭയങ്കര ചാരൊക്കെ ഉണ്ട്. ഫായ്സും ഇവിടെ നല്ലപോലെ പണിയൊക്കെ എടുക്കുകയാണ്. കൂട്ടുകാരോട് വന്നിട്ടുണ്ട്. സഹായിക്കാനല്ല, പണി ചെയ്യണ്ട.
സിറ്റിക്ക് ഈ തൂമ്പച്ചിയാണോ ഈ തൂമ്പച്ചി. അപ്പം ഇപ്പോൾ ഒരു കൂട്ടുകാരനെ കൂടെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. മറ്റേ ഫായ്സ് നീമിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഡ്യൂഫ് ഞാൻ സിറ്റിക്ക് ഇത്രയും പേരുണ്ട് ഇവിടെ. ഇപ്പോൾ കുറേ പണിയും കൂടെ ഉണ്ട്. ഇനി ഫുള്ള് ലെവലാക്കണം. പിന്നെ ഇവിടുത്തെ ഫുള്ള് കല്ലൊക്കെ പെറുക്കി കളയണം. കാരണം ചില ചേട്ടന്മാരൊക്കെ ഞങ്ങളോട് കളിക്കാൻ വരുന്നവരൊക്കെ ചെരുപ്പില്ലാതൊക്കെ കളിക്കുമ്പോൾ അവർക്ക് കളിക്കണമെങ്കിൽ കല്ലൊക്കെ കുറേയൊക്കെ കളയണം നമ്മൾ. പിന്നിപ്പോൾ അതിൻ്റെയൊക്കെ പണിയൊക്കെ ആവും. ഇപ്പം ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ബോർഡർ ലൈൻ ഫുള്ളൊന്ന് വരയ്ക്കണം. ഇനി നമുക്ക് ബോർഡർ ലൈൻ വരയ്ക്കണം എങ്ങനെയാണെന്ന് കാണാം.